ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ പുതിയ രാജ്യങ്ങൾ കൂടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തെ തന്നെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയാവുന്ന ഒരു മിസൈല് പരീക്ഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ K5 എന്ന് പറയുന്ന മിസൈലാണ് പരീക്ഷണത്തിനായിട്ട് തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചന. മിസൈൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി മിസൈൽ ഫാമിലി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ഫാമിലിയാണ്. ഈ ഫാമിലിയിലെ ആദ്യത്തെ മിസൈലാണ് K15 എന്ന് പറയുന്ന മിസൈല്. മുങ്ങി കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ഒരു മിസൈലാണ്. സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് ആധിപത്യം നിലനിർത്താനായി സാധിക്കും. ഈ മിസൈൽ ഫാമിലിയിൽ അടുത്തതായിട്ട് ഇന്ത്യ നിർമ്മിച്ച് നിലവിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ് K4 എന്ന് പറയുന്ന മിസൈല്. ഇതും ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈല് തന്നെയാണ്. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ ആണ്. അതായത് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ മിസൈലിന്റെ പരിധിയിൽ വരും. ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ഒരു മിസൈലാണിത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ മുങ്ങിക്കപ്പലുകൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെ നിന്നുകൊണ്ട് 4000 കിലോമീറ്റർ ചുറ്റളവിൽ ആക്രമണം നടത്താൻ കഴിയും. സോ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണിത്. ഇതേ ഫാമിലിയിൽപ്പെട്ട ഒരു മിസൈലാണ് K5 എന്ന് പറയുന്ന മിസൈല്. ഔദ്യോഗികമായിട്ട് 6000 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അഗ്നി 5 മിസൈല് പോലെ ഈ മിസൈലും 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലാണെന്നും, എന്നാൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായും യൂറോപ്പിനെയും അമേരിക്കയും പോലെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങളുമായിട്ട് ഒരു മത്സരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അഗ്നി 5 മിസൈലിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ തന്ത്രം, 5500 മുകളിൽ ദൂരപരിധി എന്ന് പറഞ്ഞ് നിർത്തിയ അതേ തന്ത്രം K5 മിസൈലിന്റെ കാര്യത്തിലും പറഞ്ഞുകൊണ്ട് 6000 കിലോമീറ്റർ വരെയാണ് പരമാവധി ദൂരപരിധി എന്ന് പറഞ്ഞ് ഈ ഒരു മിസൈൽ നിർമ്മിക്കുന്നുവെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മിസൈലിന് 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് പോകാൻ കഴിയുമെന്നും കരുതപ്പെടുന്നുണ്ട്. സോ ഈ ഒരു മിസൈൽ ഇന്ത്യ പരീക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ പുതിയതായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ തുർക്കിക്കും ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ഇതിന് കാരണം, ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തുർക്കിയെ ആക്രമിക്കാനായിട്ട് ഓൾറെഡി കഴിയും. അത് നമ്മുടെ അഗ്നി 5 മിസൈൽ ഉപയോഗിച്ച് നമുക്ക് അനായാസം സാധിക്കും. കാരണം അഗ്നി 5 മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 5500 മുതൽ 8000 കിലോമീറ്റർ വരെയാണ്. എന്നാൽ ഒരിക്കലും തുർക്കിയിൽ നിന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ല. അവരുടെ കയ്യിൽ 1000 കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയുള്ള മിസൈലുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. ഇന്ത്യ ഒരു ആണവ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ അഗ്നി മിസൈലുകൾക്ക് ആണവായുധത്തെ വഹിക്കാൻ ശേഷിയുണ്ട്. ഇന്ത്യയുടെ അഗ്നി 4 പോലെയുള്ള മിസൈലുകൾക്ക് പോലും സാമാന്യം നല്ല ദൂരപരിധി ഉണ്ട്. എന്നിരുന്നാലും അഗ്നി 5 തുർക്കിയുടെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു മിസൈലാണ്. ഇപ്പോൾ ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഒരു 4000 മുതൽ 5000 കിലോമീറ്ററിനിടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ അഗ്നി 5 ഉപയോഗിച്ചുകൊണ്ട് തുർക്കിയെ നമുക്ക് ആക്രമിക്കാൻ കഴിയും. ആ ഒരു പട്ടികയിലേക്കാണ് ഇപ്പൊ ഇന്ത്യയുടെ K5 മിസൈൽ കൂടി വരുന്നത്. അതായത് K5 മിസൈലിന്റെ ദൂരപരിധി 6000 കിലോമീറ്ററും 8000 കിലോമീറ്ററിനിടയിലാണ്. എന്ന് വെച്ചാൽ തുർക്കിയെ നമുക്ക് ആക്രമിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണത്. അതായത് ഈ മിസൈൽ എന്ന് പറയുന്നതും ആണവായുധത്തെ വഹിക്കാൻ ശേഷിയുള്ള ഒരു മിസൈലായിരിക്കും. അതോടൊപ്പം തന്നെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഇതിനെയും തടയാനായിട്ട് ഒരു രാഷ്ട്രത്തിനും കഴിയില്ല. ഇത്തരം മിസൈലുകളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഇപ്പൊ നമ്മൾ കരയിൽ നിന്ന് തൊടുക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയാവുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ മിസൈലും വരുന്നത്. കാരണം 5000-5500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള എല്ലാ മിസൈലുകളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ്. ആ നിലയ്ക്ക് K5 എന്ന് പറയുന്നതും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഇതേ ഫാമിലിയിൽ തന്നെ ഇന്ത്യക്ക് K6 എന്ന് പറയുന്ന ഒരു മിസൈൽ കൂടിയുണ്ട്. ഏകദേശം 12000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ എത്താൻ കഴിയുന്ന ഒരു മിസൈൽ ആയിരിക്കും ഇത്. സോ അതിന്റെ അപ്ഡേറ്റുകൾ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇത് വളരെ രഹസ്യമായിട്ട് ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു മിസൈലാണ്. ഇന്ത്യയുടെ അഗ്നി 6 മിസൈലിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? സൂര്യ മിസൈലിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? ഇന്ത്യ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കുറെ കാര്യങ്ങളിൽ പെടുന്നതാണ് അഗ്നി 6, സൂര്യ, K6 പോലെയുള്ള മിസൈലുകൾ. K5 ഇതാ ഇപ്പോൾ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ ചങ്കിടിപ്പ് കൂട്ടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇന്ത്യ K5 പരീക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ. പക്ഷെ തുർക്കിക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ തുർക്കിയെ നേരിട്ട്
ആക്രമിക്കാൻ പോകുന്നില്ല. കാരണം തുർക്കിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അവർ നാറ്റോ മെമ്പറാണ് എന്നുള്ളതാണ്. അപ്പൊ നാറ്റോ മെമ്പറായിട്ടുള്ള ഒരു രാജ്യത്തെ അവരുടെ രാജ്യത്ത് കയറി നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാൽ നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു നിന്ന് നമുക്കെതിരെ ആക്രമിക്കാൻ നിർബന്ധിതരാകും. അതിനകത്ത് അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ജർമ്മനിയുണ്ട്, ഫ്രാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇന്ത്യ ആദ്യം കയറി ഒരിക്കലും തുർക്കിയെ ആക്രമിക്കില്ല. തുർക്കി ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഇന്ത്യ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറാകും എന്നതിൽ തർക്കവുമില്ല. പക്ഷെ തുർക്കിയെയും ഇന്ത്യ ആക്രമിക്കാനുള്ള ധൈര്യം കാണിക്കില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് തുർക്കിയെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആക്രമിക്കാം. ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് അതിർത്തിയൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തിയത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ ഇന്ത്യയും തുർക്കിയും തമ്മിൽ നേരിട്ട് ആക്രമണം നടത്താനായിട്ട് നമുക്ക് ഇടയിൽ അതിർത്തിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തുർക്കിയെ ആക്രമിക്കാൻ കഴിയും. പക്ഷെ തുർക്കിക്ക് ഒരിക്കലും അവരുടെ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ കഴിയില്ല. അതിനുള്ള മിസൈലുകൾ അവരുടെ കയ്യിലില്ല. പക്ഷെ ഡ്രോണുകൾ തുർക്കി നിർമ്മിക്കുന്നുണ്ട്, യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിക്കാമെന്നൊന്നും പറയുന്നത് അത്ര എളുപ്പവുമല്ല. സോ എന്തായാലും ഇന്ത്യ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു $10 ട്രില്യൺ മുകളിലേക്ക് ഇന്ത്യയുടെ GDP എത്തുന്ന സമയത്ത് 12,000 15,000 ഒക്കെ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ എടുത്തു വെച്ച് പരീക്ഷിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതല്ലാതെ ഇന്ത്യ അഗ്നി 6ഉം K6ഉം ഒക്കെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ പുറത്തു വിടാൻ സാധ്യതയില്ല. എന്തായാലും ഇപ്പോൾ ഇന്ത്യ K5 എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം മിസൈലുകൾ ഉള്ളത്. അതിലൊരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ കൈവശം ഒരു മിസൈലുണ്ട്, 7,000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഒരു മിസൈല്. റഷ്യയുടെ കൈവശം ഇത്തരത്തിലുള്ള 3 വിഭാഗം മിസൈലുകളുണ്ട്. 8,300 കിലോമീറ്റർ, 11,000 കിലോമീറ്റർ, 9,000 കിലോമീറ്റർ. അങ്ങനെ ഈ കാറ്റഗറിയിൽ പെടുന്ന 3 മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ട്. ചൈനയുടെ കയ്യിലും 7,000 റേഞ്ചിലുള്ള ഒരു മിസൈലാണുള്ളത്. ചൈന ഇന്ത്യയുടെ ഈ K6ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചൈനയും ഒരു മിസൈൽ കൂടി, അതായത് 10,000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഒരു മിസൈൽ കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. നമ്മളിപ്പോൾ K5 പരീക്ഷിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ചൈന കുറച്ച് മുന്നേ തന്നെ ഈ JL2 എന്ന് പറയുന്ന അവരുടെ ഒരു മിസൈല്, 7,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈല് നിർമ്മിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ K5 പരീക്ഷിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചൈനയ്ക്ക് ഇതുപോലൊരു മിസൈലുണ്ട്, റഷ്യയ്ക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, ഇന്ത്യയുടെ കൈവശമുണ്ട്. വേറെ ഫ്രാൻസിന്റെ കയ്യിൽ 6,000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള M51 എന്ന് പറയുന്ന ഒരു SLBM ഉണ്ട്. ഇത്രയും രാജ്യങ്ങളുടെ കയ്യിലാണ് SLBMs സ്വന്തമായിട്ടുള്ളത്, അതായത് ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്ക്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. കാരണം മുങ്ങിക്കപ്പലിന്റെ ഉള്ളിൽ നിന്നാണ് ഈ മിസൈല് പറന്നു വരുന്നത്. സോ അത്രയും താഴ്ന്നു പറന്നു പോയി ആക്രമണം നടത്താനും ഉയർന്നു പൊങ്ങാനും ഒക്കെ ശേഷിയുള്ള പല തരത്തിലുള്ള മിസൈലുകളാണ് SLBMകൾ എന്ന് പറയുന്നത്. സോ SLBM എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. കാരണം കരയിൽ നിന്ന് തൊടുക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ മിസൈലുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനുമായിട്ട് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇത് സാധിക്കാത്തത്. ഉത്തര കൊറിയയുടെ കയ്യിൽ പോലും SLBM ഇല്ല. അവരുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. പക്ഷെ SLBM എന്ന് പറയുന്നത് ഈ നോർമൽ ICBMനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒന്നാണ്. വൈകാതെ തന്നെ ഇന്ത്യ ഇതിന്റെ പരീക്ഷണം നടത്തുമെന്നാണ് സൂചന. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.